ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. കുട്ടികൾ നാളത്തെ വാഗ്ദാനങ്ങളാണ്. കുട്ടികൾ നാളത്തെ സമൂഹമാണ്. നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ എന്താണ് ശരിക്കും നമുക്ക് വേണ്ടത്? ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ധാരാളം പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ തെരുവിൽ അഴിഞ്ഞാടുന്നത്, ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നത്, അച്ഛനമ്മമാരോടും അധ്യാപകരോടും വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നത്, തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുന്നത്, പ്രണയം പോലുള്ള കാര്യങ്ങളിൽ ചെന്ന് കുരുങ്ങി അവസാനം ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നു, ചിൽഡ്രൻ ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യുണീക്ക്. ഓരോ കുട്ടിയിലും ദൈവീകമായ കഴിവും ശക്തിയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം അത് ഉണർത്താനല്ല, മറിച്ച് സിലബസുകൾ അവരെ അടിച്ചേൽപ്പിക്കാനാണ് ഇതുവരെ പരിശ്രമിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസം ഒരിക്കലും സിലബസുകൾ പഠിപ്പിക്കുന്നതല്ല, കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവീകത ഉണർത്തലാണ്. മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി ആണെന്ന് സ്വാമി വിവേകാനന്ദജി എപ്പോഴും ഓർമ്മിപ്പിക്കും. അതിന് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞയക്കണം. 2025 മെയ് 1 മുതൽ മെയ് 5 വരെ ചാലക്കുടി മുനിപ്പാറയുള്ള ഭാഗവത ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ചിൽഡ്രൻസ് ക്യാമ്പിലേക്ക് നിരവധി എക്സ്പേർട്ടുകൾ, കുട്ടികളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്ന, പരിശീലനം നൽകുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ശിക്ഷണത്തിൽ മെയ് 1 മുതൽ മെയ് 5 വരെ കുട്ടികൾക്ക് അവിടെ പരിശീലനം ഉണ്ടായിരിക്കും. നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർത്ത് പ്രവർത്തിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281882111. ഒന്നുകൂടി പറയാം, 8281882211. മറ്റൊരു നമ്പർ 9497033111. ഒന്നുകൂടി പറയാം, 9497033111. മറ്റൊരു നമ്പർ 8281888611. ഒന്നുകൂടി പറയാം, 8281888611. എല്ലാവർക്കും ഭാഗവത ഗ്രാമത്തിൽ നടക്കുന്ന മെയ് 1 മുതൽ മെയ് 5 വരെ നടക്കുന്ന ചിൽഡ്രൻസ് ക്യാമ്പിലേക്ക് സ്വാഗതം. ചിൽഡ്രൻ ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യുണീക്ക്. ചിൽഡ്രൻ ആർ നോട്ട് കെയർലെസ്, ബട്ട് വി കെയർ ദം ലെസ്. നമുക്കവരെ കൂടുതൽ നന്നായി കെയർ ചെയ്യാം, നല്ല വ്യക്തികളാക്കി മാറ്റിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം, പ്രണാമം.